നോക്കൂ, ഈ ചക്കയെ നമുക്ക് പൊടിപൊടിയാക്കാം. നമ്മുടെ പറമ്പിൽ തന്നെ പാഴായി പോകുന്ന ചക്ക നമുക്ക് തന്നെ ഉണക്കി പൊടിച്ച് സൂക്ഷിക്കാവുന്നതാണ്. പ്രഷർ, ഷുഗർ എന്നീ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് വീട്ടിൽ തന്നെ ചക്ക പൊടിയാക്കി അരിക്ക് പകരമായി ദോശ, പുട്ട് എന്നിവയിൽ ഉപയോഗിക്കാവുന്നതാണ്. ചക്ക മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കുന്നു. നന്നായി കഴുകിയ ചക്കച്ചുളകൾ തിളച്ച വെള്ളത്തിലിട്ട് വേവിക്കുന്നു. ഭാഗികമായി വേവിച്ച ചക്കച്ചുളകൾ 5 ദിവസം വെയിലത്ത് ഉണക്കുന്നു. അതുപോലെ ചക്കക്കുരു, ഒരു ചക്കയിൽ നിന്നും ലഭിക്കുന്ന പകുതി കുരുകൾ 50% ചക്കക്കുരു മാത്രം എടുത്ത് തിളച്ച വെള്ളത്തിലിട്ട് വേവിക്കുന്നു. ശേഷം വെയിലത്ത് 5 ദിവസം ഉണക്കി തൊലി കളഞ്ഞെടുക്കുന്നു. ഉണക്കിയ ചക്കച്ചുളയും കുരുവും മില്ലിൽ കൊണ്ടുപോയി പൊടിക്കുന്നു. ഇതാണ് നമ്മുടെ ചക്കപ്പൊടി. വീട്ടിലെ മിക്സിയിലും പൊടിക്കാവുന്നതാണ്. മില്ലിൽ പൊടിച്ചാൽ വളരെ നൈസായി നമുക്ക് കിട്ടും. ചക്കപ്പൊടിയിലേക്ക് കൂടുതൽ പോഷക ഘടകങ്ങൾ മിക്സ് ചെയ്യുന്നതിനായി ഒരു പാനിലേക്ക് കുതിർത്ത 1 കപ്പ് ബദാം ഇട്ട് ചൂടാക്കുന്നു. അതുപോലെ അണ്ടിപ്പരിപ്പ്, കാഷ്യൂ ചെറുതായി വറുത്തെടുത്ത് രണ്ടും കൂടി മിക്സിയിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ചെറുപയർ, വെള്ളപ്പയർ, വൻപയർ എന്നിവയെല്ലാം വറുത്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നു. സൂര്യകാന്തി വിത്ത്, എള്ള്, ഫ്ലാക്സീഡ് എന്നിവ ചെറുതായി ചൂടാക്കി വറുത്തെടുക്കുന്നു. ശേഷം ഇവ മൂന്നും പൊടിച്ചെടുക്കുന്നു. ഈ പൊടികളെല്ലാം നമ്മുടെ ചക്കപ്പൊടിയിലേക്ക് മിക്സ് ചെയ്യുന്നു. ഇങ്ങനെ മിക്സ് ചെയ്ത ചക്കപ്പൊടി ഉപയോഗിച്ച് ദോശ, അട, പുട്ട്, ഇടിയപ്പം തുടങ്ങിയ മലയാളികൾ നിത്യേന ഉപയോഗിക്കുന്ന എല്ലാ പലഹാരങ്ങളും നമുക്കുണ്ടാക്കിയെടുക്കാം. നമുക്കിന്നൊരു ചക്കപ്പുട്ട് ഉണ്ടാക്കിയെടുക്കാം. 1 ഗ്ലാസിൻ്റെ പകുതി പുട്ടുപൊടി അഥവാ അരിപ്പൊടി എടുക്കുന്നു. ബാക്കി പകുതി നമ്മുടെ ചക്കപ്പൊടി ചേർത്ത് 1 ഗ്ലാസ് പുട്ടുപൊടി തയ്യാറാക്കുന്നു. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ചേർത്ത് പുട്ടുപൊടി കുഴച്ചെടുക്കുന്നു. 10 മിനിറ്റിന് ശേഷം ആവശ്യമായ തേങ്ങ ചേർത്ത് ചക്കപ്പൊടി പുട്ടുകുറ്റിയിലേക്ക് ആവി വരുമ്പോൾ പുറത്തേക്ക് എടുക്കുക. ചക്കപ്പൊട്ട് റെഡി. അതുപോലെ മിക്സ് ചെയ്ത് വെച്ച ചക്കപ്പൊടി ഹോർലിക്സ്, ബൂസ്റ്റ് എന്നിവ പോലെ പാലിൽ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. കരിപ്പട്ടി മധുരത്തിനായി ചേർക്കാവുന്നതാണ്. ഒരു തവണയെങ്കിലും എല്ലാവരും ട്രൈ ചെയ്യുക, ഷെയർ ചെയ്യുക. ഉറപ്പായും ഉപകാരപ്പെടും.